അങ്ങയുടെ നേതാവ് 2003 ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അത് ആദരണീയനായ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയാണ്. എ കെ ആന്റണി ന്യൂനപക്ഷങ്ങൾ സമ്പർക്കം ചുരുത്തി അനധികൃതമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് 2003 അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞത് താങ്കൾ കയ്യിൽ നിന്ന് വന്നാണല്ലോ താങ്കൾക്ക് ഗവൺമെന്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ചു കളയാം എന്നൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ്. ഈ സംഘടിത ന്യൂനപക്ഷം ആ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു, കൂടുതൽ വിലപേശൽ നടത്തുന്നു എന്നൊരാക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട്. ആ ആക്ഷേപത്തിൻ്റെ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു. ആ സത്യം ആരും വിസ്മരിക്കരുത്. അതോടൊപ്പം തന്നെ ഗൾഫിലേക്കുണ്ടായിട്ടുള്ള കുടിയേറ്റവും അമേരിക്ക, യൂറോപ്പ് ഇവിടെയുള്ള കുടിയേറ്റത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടിയത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കാണ്. അതുണ്ടാക്കിയ സാമ്പത്തിക അസമത്വം കേരളത്തിലെ നാട്ടുമ്പുറങ്ങളിലുണ്ട്, കേരളത്തിലെ പട്ടണങ്ങളിലുണ്ട്. ഇതിൻ്റെ എല്ലാം പരിഭവങ്ങളും പിണക്കങ്ങളും കേരളീയ സമൂഹത്തിൽ ഉണ്ട്. ഈ യാഥാർത്ഥ്യം കാണരുത്. ഇതിൻ്റെ ഒരു കൂട്ടത്തിലാണ് പല രാഷ്ട്രീയമായിട്ടുള്ള പല ശക്തികളുടെ മുതലെടുപ്പുകൾ. ഇതെല്ലാം കാണാൻ ഇവിടുത്തെ ന്യൂനപക്ഷ നേതാക്കന്മാരും തയ്യാറാകണം. അവരും കുറച്ചുകൂടെ സംയമനം കാണിക്കരുത്. സംഘടിത ശക്തി ഉണ്ടെന്നതിൻ്റെ പേരിൽ ഗവൺമെന്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ചു കളയാം എന്നൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിനെ സോഫ്റ്റ് എന്നോ ഹാർഡെന്നോ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു തൊട്ടാവാടിയൊന്നുമല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞത് താങ്കൾ കയ്യിൽ നിന്ന് വന്നാണല്ലോ താങ്കൾക്ക് അതെന്താ സതീശ, കൈരളിയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ചോദ്യങ്ങൾ ചോദിച്ചൂടെ? നിങ്ങളുടെ ഉന്നതമായ ഒരു മകനെ BJPക്ക് സംഭാവന ചെയ്ത നിങ്ങളുടെ പരിണിതപ്രജ്ഞ നേതാവായിട്ടുള്ള എ കെ ആന്റണി പറഞ്ഞത് നാളെ ഇതുവരെ തിരുത്തിയിട്ടുണ്ടോ? ആ കാര്യം ചോദിക്കുമ്പോൾ അതെല്ലാം വ്യാഖ്യാനിച്ചതാണെന്ന് പറയാൻ ഇതിൽ എന്താണ് വ്യാഖ്യാനിക്കാനുള്ളത്? വളരെ വ്യക്തമല്ലേ? വെറുതെ ഇരുന്ന് ബ അടിച്ചിട്ട് മെഴുകിയിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇടതുപക്ഷത്തിന്റെ നേതാക്കള് ന്യൂനപക്ഷ തീവ്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി, SDPI, PFI തുടങ്ങിയ സംഘടനകളിൽ പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാം ഇസ്ലാം സമൂഹത്തിൽ പെട്ടവരെയാണെന്ന് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അങ്ങനെ നിങ്ങളാണ് അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. അതാണോ ഇവിടെ നടത്തിയത്? ഇവിടെ വളരെ കൃത്യമായി ന്യൂനപക്ഷങ്ങളെ ഒന്നാകെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയല്ലേ ആന്റണി പറഞ്ഞത്? ആന്റണി നാളെ ഇതുവരെ ഇത് മാറ്റി പറഞ്ഞിട്ടുണ്ടോ സതീശ? പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് നിങ്ങൾ ഇവിടെ കിടന്ന് മെഴുകുന്നത്? ആദ്യം ഇത് AK ആന്റണിയെ കൊണ്ടുവന്ന് തിരുത്തിച്ച് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞത് മുഴുവൻ തെറ്റാണേ എന്നൊന്ന് പറയിക്കേ. കഴിഞ്ഞ 2021 ഇലക്ഷന്റെ അന്ന് രാവിലെ AK ആന്റണി പറഞ്ഞത് എന്താണ്? അയ്യപ്പ മാപ്പ് എന്ന് പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങളെ മാപ്പ്, ഞാൻ തെറ്റാണ് പറഞ്ഞത് എന്നൊന്ന് പറയിക്കുന്നേ. കാണട്ടെ സതീശ, അതല്ലേ ഹീറോയിസം?